ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലം നഗരത്തിൽ നടപ്പാക്കുന്ന മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള സർവേ നടപടി തുടങ്ങി. കിഫ്ബിയിൽ നിന്നും അനുവദിക്കപ്പെട്ട 29 കോടി രൂപ ചെലവഴിച്ചാണ് നഗരത്തിലെ മുഴുവൻ മലിനജലവും സംസ്കരിക്കാൻ കഴിയാവുന്ന ബൃഹത് പദ്ധതി നടപ്പാക്കുന്നത്. റെയിൽവേ അനുമതി നിഷേധിച്ചതിനു പിന്നാലെ രൂപരേഖ മാറ്റിയാണ് പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നത്. പൈപ്പ് ലൈൻ റെയിൽവേ ഭൂമിയിലൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള പ്ലാനിലാണ് മാറ്റം. RS റോഡിലെ റെയിൽവേ ഭൂമി ഒഴിവാക്കി ചെറുപ്പളശ്ശേരി റോഡ് ഭാഗത്തേക്ക് പൈപ്പ് ലൈൻ നീട്ടും. ഇതുവഴി താലൂക്ക് ആശുപത്രിയിലെ മലിനജല സംസ്കരണത്തിനും പദ്ധതി പ്രയോജനപ്പെടുത്താം. RS റോഡ് ഉപയോഗിക്കുന്നതിന് പാട്ടക്കരാർ പ്രകാരമുള്ള വാടക വർഷങ്ങളായി നഗരസഭ നൽകിയിട്ടില്ലെന്ന് ആരോപിച്ചാണ് പദ്ധതിയുടെ അനുമതി റെയിൽവേ നേരത്തെ നിഷേധിച്ചത്. വാടക ഇനത്തിൽ 23 ലക്ഷം രൂപ നഗരസഭ നൽകാനുണ്ടെന്നാണ് റെയിൽവേയുടെ കണക്ക്. ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്ക് റെയിൽവേ നോട്ടീസും അയച്ചിരുന്നു. പുതുക്കിയ പ്ലാൻ അനുസരിച്ച് ചെറുപ്പളശ്ശേരി റോഡിൽ നഗരസഭാ ഓഫീസ് പരിസരം വരെ പൈപ്പ് ലൈൻ സ്ഥാപിക്കും. പ്രതിദിനം 15 ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ കഴിയാവുന്ന പ്ലാന്റാണ് നിർമ്മിക്കുന്നത്. നഗരത്തിലെ പ്രധാന റോഡുകൾക്കിടയിൽ 560 ചേംബറുകൾ നിർമ്മിച്ചാണ് മലിനജലം ശേഖരിക്കുക. ബസ് സ്റ്റാൻഡിന് പിന്നിലെ പ്ലാന്റിലെത്തിച്ച് ശുദ്ധീകരിക്കുന്ന വെള്ളം കൃഷിക്കും മറ്റും പ്രയോജനപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.